സ്ലീവിൻ്റെ താഴ്വശത്ത് ഏകദേശം ഒരു 2.5 ഇഞ്ചോളം നമുക്കിതുപോലെ ആദ്യം ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു സെൻറ്ററിൻ്റെ 2 വശത്തുമായിട്ട് നമുക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ 2 പോയിൻറ്റിനും ഇതുപോലെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഒരു പോർഷൻസ് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കിത് ഇവിടെ ചെറുതായിട്ടൊന്ന് കട്ടിട്ട് കൊടുക്കാം. ഇനി ഒരു പീസിനെ നമുക്ക് ചീത്തവശത്തേക്ക് മറിച്ചെടുക്കാം. ഇതുപോലെയുള്ള 3 പീസസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒരു എക്സ്ട്രാ ഒരു പീസ് വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് ടൈറ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി കൈത്തുണി ചെയ്ത് കൊടുത്താലും മതിയാകും. അതിനുശേഷം ഈ ഒരു 3 പീസിനെ നമ്മൾ ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ഭാഗത്ത് വെച്ച് നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നല്ല ഭംഗിയിൽ വരുന്ന രീതിയിൽ ഈ ഒരു 3 പീസിനെയും നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് ഇവിടെ നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്ലീവ് ഡിസൈൻ നിങ്ങളുടെ ചുരിദാറിലും അതുപോലെ തന്നെ നമ്മുടെ ടോപ്പിൻ്റെ ഒക്കെ സ്ലീവിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്